ലോക്സഭയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത് ചെല്ലുന്നു, കവിളത്ത് പിടിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സ്പീക്കർ പറയുന്നു, അച്ഛൻ അല്ലെ അമ്മ, സഹോദരി, ഭാര്യ അവരുടെ അടുത്തൊക്കെ പെരുമാറുന്ന ഉള്ള ഒരു സ്ഥലമല്ല ഇവിടെ. सदन में मेरे संज्ञान में ऐसी कई घटनाएं हैं जब मान्य सदस्यों के आसन सदन की उच्च परंपराओं मापदंडों के अनुरूप नहीं है. അപ്പോൾ ലോക്സഭയുടെ മാന്യത കാത്തു സൂക്ഷിക്കണമെന്ന്. അപ്പോൾ സഹോദരിക്ക് പകരം രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ച ഭാര്യയാണ് അവിടെ ഇരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറുക? ഏത് ഭാര്യ? അല്ല, കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ. കല്യാണം കഴിച്ചില്ലല്ലോ ഇപ്പോൾ രാഹുൽ. അല്ല, ചിലപ്പോൾ അങ്ങനെ ആലോചിക്കുന്ന പല സ്ത്രീകളും ചിലപ്പോൾ ലോക്സഭയ്ക്ക് പുറത്തുണ്ടാകാം. അതേപ്പറ്റി എനിക്ക് വിശദമായിട്ട് അറിഞ്ഞുകൂടാ. ഈ സിനുജി പറഞ്ഞ പോലെ ഈ സ്പീക്കർ അങ്ങനെ മുഴുവനായിട്ട് പറഞ്ഞില്ല. പക്ഷെ സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം അത് പറഞ്ഞു. അതായത് ഇത് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ എന്താണ് കാരണം എന്ന് സ്പീക്കർ പറഞ്ഞില്ല. എന്ത് ഇൻസിഡന്റ് കൊണ്ടാണ് അദ്ദേഹം ഈ രാഹുൽ ഗാന്ധിയെ ശാസിക്കുന്നത്, ശകാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പരസ്യമായ ശകാരമാണല്ലോ ഇത് നടത്തുന്നത്. ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടതാണ്. സ്പീക്കർ വന്ന് ഇത് പറയുന്നതുമൊക്കെ ആ സമയത്ത് ഞാൻ TV കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സ്പീക്കേഴ്സ് പാനലുണ്ടല്ലോ, പാനലിൽപ്പെട്ട ഒരു വനിതാ അംഗം ആണ് ആ സമയത്ത് സഭ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. പെട്ടെന്ന് പുറകിൽ നിന്ന് സ്പീക്കർ ഓം ബിർള കടന്നു വന്നിട്ട് ഇവരോട് മാറാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഇരുന്നിട്ട് ഇങ്ങനെ ശാസിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ. സഭയുടെ അന്തസ്സ് കെടുത്തുന്ന പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പേര് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതുപോലെ മേലാൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസും ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാരണത്താലാണ് ഇത് അത് വ്യക്തമാക്കണ്ടേ. അത് സ്പീക്കർ ചെയ്തില്ലല്ലോ എന്നാണ്. അപ്പോൾ BJP എന്ത് ചെയ്തു എന്ന് വെച്ചാൽ BJP പാർട്ടി ഒരു വീഡിയോ റിലീസ് ചെയ്തു. ഡൽഹിയിലെ അവരുടെ സൈറ്റ് എക്സ് ഒക്കെ വഴി ഒരു വീഡിയോ റിലീസ് ചെയ്തു. ആ വീഡിയോയിൽ നമുക്ക് കാണാം പ്രിയങ്ക ഗാന്ധി മറ്റേ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ലോക്സഭയിൽ അദ്ദേഹം മറ്റേ പരിലാളന എന്നൊക്കെ പറയില്ലേ, കവളത്ത് തൊടുക, ഇങ്ങനെ താടിയൊക്കെ ഒഴിഞ്ഞ് സ്നേഹം പ്രകടിപ്പിച്ച് പോകുന്നത്. ഇത് നിയമം എന്താന്ന് വെച്ചാൽ ഈ റൂൾസ് ഓഫ് ബിസിനസ് വെച്ചിട്ടാണല്ലോ പാർലമെന്റ് ലോക്സഭയിലെ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ പാർലമെന്റിൽ അച്ഛൻ, അമ്മ, സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബത്തിൽ നിന്നിപ്പോൾ 3 പേര് മറ്റേ MP-മാരൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരാം, ഭാര്യയും ഭർത്താവും ഒക്കെ വരാം ഇല്ലേ. ഇപ്പോൾ നമ്മളൊരു പഴയ ഉദാഹരണം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ TV തോമസും ഭാര്യ KR ഗൗരി അമ്മയും, അന്ന് KR ഗൗരി, ഇവരൊരുമിച്ച് മറ്റേ നിയമസഭയിൽ ഉണ്ടായിരുന്നതാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് TV തോമസ് പോയിട്ട് ഭാര്യയാണല്ലോ മറ്റേ KR ഗൗരിയെ ആലിംഗനം ചെയ്യുന്നു എന്ന് വെക്കുക, അവർക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. വേറെ ആരുടെയെങ്കിലും ഭാര്യയല്ലല്ലോ TV തോമസ് പോയിട്ട് ആലിംഗനം ചെയ്യുന്നത് അല്ലേ. പക്ഷെ അങ്ങനെ പാടുണ്ടോ? ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിൽ അച്ഛനും അമ്മയും മറ്റേ സഹോദരനും സഹോദരിയൊന്നും ഇല്ല. ഇതാണ് അതിൻ്റെ നിയമം. അവിടെ അംഗങ്ങൾ മാത്രമാണുള്ളത്. നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങൾ അല്ലേ. അവിടെ മെമ്പേഴ്സ് എന്നാണ് എപ്പോഴും പറയുക അല്ലേ. മെമ്പേഴ്സ്, ബഹുമാനപ്പെട്ട മറ്റേ മെമ്പർ അല്ലേ, ബഹുമാനപ്പെട്ട പൊന്നാനി അംഗം, ബഹുമാനപ്പെട്ട, അങ്ങനെയാണല്ലോ പറയുന്നത്. മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് അവർ ഇൻഡിവിജ്വൽസ്. ശരിക്കും സ്വകാര്യ വ്യക്തികളല്ല അവരൊരു മണ്ഡലത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങളാണ് റെപ്രസെൻറ്റേറ്റീവാ ജനങ്ങളുടെ. അത് വേറൊരാളുടെ അച്ഛനും വേറൊരാളുടെ അമ്മയും വേറൊരാളുടെ സഹോദരിയും അല്ല സഭയിലെത്തിക്കഴിഞ്ഞാൽ. അതാണ്. അപ്പോൾ മറ്റേ സഭയെ അറിഞ്ഞ് പെരുമാറണം എന്നൊക്കെ പറയില്ലേ, ആ സംഗതി ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ചില ഈ PDT ആചാരി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നേരത്തെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയിരുന്ന ആൾ. അദ്ദേഹം ചില സമയത്ത് 2 ഭാഗവും ഒരേപോലെ വാദിക്കുന്ന ആളാണ്.
വേണമെങ്കിൽ BJPക്ക് വേണ്ടിയും ബാധിക്കും, വേണമെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയും ബാധിക്കും. നിയമങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ വ്യാഖ്യാനിക്കാമല്ലോ. അപ്പം ഇതിൽ അദ്ദേഹവും ത്തിനും സമ്മതമുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് വിളിച്ചിട്ട്, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ആചാര്യ പറയുന്നത് കേട്ടു, രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ട് സ്പീക്കർക്ക് സംസാരിക്കാമായിരുന്നു, ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്. നമുക്കെങ്ങനെ അറിയാം സ്പീക്കർ രാഹുൽ ഗാന്ധിയെ നേരത്തെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടില്ല എന്നെങ്ങനെ അറിയാം? അത് പറയാൻ പറ്റില്ല. നേരത്തെ വിളിച്ചിട്ടുണ്ടാകാം, സംസാരിച്ചിട്ടുണ്ടാകാം. ഇങ്ങനെയല്ല നിങ്ങൾ പെരുമാറേണ്ടതെന്ന് വേറൊരു അംഗത്തിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടാകാം. അതിനുശേഷം പരസ്യശാസനയായിരിക്കാം അല്ലേ? നമ്മൾ സാധാരണ പുറത്തൊക്കെ വെച്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് പോലും ഇത്തരം ലാളനകളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ സഹോദരിമാരോടൊന്നും കാണിക്കാറില്ല. അങ്ങനെയല്ലേ? അതെ അതെ, നമ്മളുടെയൊക്കെ കുടുംബത്തിൽ ശീലിച്ചിരിക്കുന്ന. ചെറുപ്പകാലത്തൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് കിടക്കും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പ്രിയങ്കയെ രാഹുൽ ഗാന്ധി ചെറുപ്പത്തിൽ എടുത്തുകൊണ്ട് കിടന്നുണ്ടാവാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലോക്സഭയിൽ കൂടി ഒരു 5 മിനിറ്റ് ഇങ്ങനെ അവരെ എടുത്തുകൊണ്ട് റൗണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റുമോ? വലയം പ്രദക്ഷിണം വെക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? നടുത്തളത്തിലേക്ക് അവർക്ക് തന്നെത്താനെ നടന്നു പോകാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് നടുത്തളത്തിലേക്ക് പോകാൻ പറ്റുമോ വാക്കൗട്ട് നടത്തുമ്പോൾ? അവിടെ എങ്ങനെ നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ അകത്ത് ചെന്നാൽ എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞില്ലേ? ഷർട്ട് അഴിച്ചിട്ട് വേണം പോകാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നു ഇല്ലേ ഓരോ സ്ഥലത്ത്? അതെ. ഞാൻ മുമ്പ് എറണാകുളത്തൊരു വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഞാൻ ഇട്ടിരുന്നത് ഈ സാധാരണ ഷൂ അല്ല, പാൻ്റാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഷൂ അല്ല, മറ്റേ ചെരുപ്പാണ്. അപ്പോൾ എന്നോട് അതിൻ്റെ അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ തർക്കിക്കാൻ പോയില്ല. കാരണം ഇന്ത്യയിലെ ചില ക്ലബ്ബുകളിലൊക്കെ അങ്ങനെയുണ്ട് അല്ലേ? അപ്പം ഞാനും ഇതേ നിയമമാണ് എൻ്റെ മനസ്സിൽ വിചാരിച്ചത്. ഇത് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ നിയമമാണ്, നമ്മളതനുസരിക്കേണ്ടതാണ്. ഞാൻ തർക്കിക്കാനൊന്നും പോയില്ല. സാധാരണഗതിയിൽ തർക്കിച്ചിട്ട് നമ്മൾ ജയിക്കാൻ പോകുന്നില്ല, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള പോലെ ലോക്സഭയിൽ ഈ അച്ചടക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. സർ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. ആ ജനാധിപത്യ രാജ്യത്തെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ പ്രതിപക്ഷ നേതാവിന് ഇപ്പോഴും പക്വതയായില്ല എന്നുള്ളൊരു തോന്നലില്ല. അതുകൊണ്ടാണല്ലോ പപ്പുമോൻ എന്ന് വിളിക്കുന്നത് ഇയാളെ. പലപ്പോഴും ഒരു ബുദ്ധിയും വിവരമില്ലാതെയല്ലേ ഇയാൾ സംസാരിക്കുക. മറ്റേ ചൈനയുടെ ഏതോ ഒരു ഡ്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കാണിച്ച് സംസാരിക്കുന്നത് കണ്ടില്ലേ? അതെ, അതിവിടെ നിരോധിച്ചിരിക്കുന്ന സാധനം, അത് എടുത്തിട്ടാണ്. അപ്പോൾ ഈ നിരോധിച്ച സാധനം ഇയാൾക്ക് ആര് കൊടുത്തു? ഇപ്പോൾ ഇങ്ങനെ പാർലമെന്റ് ശരിക്കും അപമാനിതനായി, അയാളുടെ വൃത്തികേട് കൊണ്ട് തന്നെ അപമാനിതനായപ്പോൾ ഇവരെടുത്തിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറെ ഉടനെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം സ്പീക്കർക്ക് കത്ത് കൊടുത്തു. ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിക്കാൻ സൗകര്യമില്ല BJPക്ക്. ഒന്നും ചെയ്യാൻ പറ്റില്ല, നിയമപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. ആസ് ഏർലി ആസ് പോസിബിൾ എന്നൊക്കെ ഈ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ പറയുന്നുള്ളൂ. ഭരണഘടന അനുസരിച്ചൊന്നും ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല. നിർബന്ധമാണെങ്കിൽ IK ഗുജറാൾ പ്രധാനമന്ത്രിയായിരുന്ന കാലമുണ്ടല്ലോ, ഒരു കൊല്ലം. IK ഗുജറാളിൽ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർ ധരിച്ചത് എന്താണ്? ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ചില ഘട്ടങ്ങളിൽ വാജ്പേയിയെ പോലെയൊക്കെയുള്ള നല്ല ആളുകളൊക്കെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടുണ്ട് ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം. അങ്ങനെയൊന്നും നിയമത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ വിചാരിക്കുന്നത് കോൺഗ്രസ്സിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കിട്ടുന്നതായിരിക്കും. മണ്ടത്തരമാണ്. ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ പലപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് വെച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരെ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ്? ഇതിനെപ്പറ്റിയൊന്നും ഈ പപ്പുമോന് വിവരമില്ലെന്നേ, അതിൻ്റെ പ്രശ്നമാണ്. ഉദാഹരണത്തിന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ AIADMKയിലെ തമ്പിദുരൈ ആയിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. AIADMK എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണെന്നേ, പ്രതിപക്ഷത്തിനല്ല ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുത്തത്. അതുപോലെ 1980-84 ഇന്ദിര പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ DMKയുടെ G. ലക്ഷ്മണനായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. സഖ്യകക്ഷിയാണ് കോൺഗ്രസിൻ്റെ.
അല്ലാതെ BJP പ്രധാനമന്ത്രിമാർ പലപ്പോഴും കാണിച്ചിട്ടില്ല. അല്ലാതെ BJP പ്രധാനമന്ത്രി വാജ്പേയി ഉള്ളവർ കാണിച്ചിട്ടുള്ള മര്യാദയൊന്നും വാജ്പേയിയുടെ കാലത്ത് PM സയ്യിദ് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. ഇത്തരം മര്യാദകളൊന്നും കോൺഗ്രസ് കാണിച്ചിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി തന്നെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ UPA 1-2 ആ കാലത്ത് അകാലിദളിൽ നിന്നും BJP കരിയമുണ്ട, അകാലിദളിൻ്റെ ചരൺജിത് സിംഗ് അത്വാൾ, ആ UPA 2 ഘട്ടത്തിൽ മാത്രമാണ് ഈ പ്രതിപക്ഷത്ത് വേറെ കക്ഷികളിൽ നിന്ന് ഡെപ്യൂട്ടി സ്പീക്കർ എടുത്തിരിക്കുന്നത്. വാജ്പേയി 1999, 2004 PM സയ്യിദ്, 1997-98 ഗുജറാൾ ആയിരിക്കുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. ദേവഗൗഡ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ BJP സൂരജ് ബാലിനെ ആക്കി. നരസിംഹറാവു ഈ മര്യാദയെ കാണിക്കുമല്ലോ. BJP മല്ലികാർജുനയ്യ ഡെപ്യൂട്ടി സ്പീക്കർ. ചന്ദ്രശേഖറിൻ്റെ കാലത്ത് ശിവരാജ് പാട്ടീൽ കോൺഗ്രസിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കർ. പക്ഷേ ഇന്ദിരാഗാന്ധി പിൽക്കാലത്ത് വരുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ 1990 മുതൽ 2014, 1990 മുതൽ 2014 ആ കാലത്ത് മാത്രമേ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കിട്ടിയിട്ടുള്ളൂ. 1990 മുമ്പോട്ട് നോക്കുക, 1952 മുതൽ 1990 വരെ കോൺഗ്രസ് എപ്പോഴും പ്രധാനമന്ത്രിയൊക്കെ ആയിരിക്കുന്ന ഘട്ടമുണ്ടല്ലോ. അതായത് 1952 മുതൽ 1990 വരെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടില്ല. കോൺഗ്രസിന് ഒറ്റയ്ക്കൊക്കെ ഭൂരിപക്ഷം കിട്ടുന്ന കാലമല്ലേ. അതെ, മൃഗീയ ഭൂരിപക്ഷം. അവരുടെ ആളുകൾ തന്നെയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോൾ ഈ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞ് ഇപ്പോൾ കത്ത് കൊടുത്തതുകൊണ്ട് തന്നെ പ്രയോജനമില്ല. മോദിക്ക് സൗകര്യമുള്ള BJP-യിൽ നിന്നൊരാളെ, അല്ലെങ്കിൽ മറ്റേ നായിഡുവിൻ്റെ ഒരാളെയോ അല്ലേ, സഖ്യകക്ഷികളിൽ നിന്നൊരാളെ എടുക്കാം, നിതീഷ് കുമാറിൻ്റെയോ ആരെങ്കിലും എടുത്ത് ഡെപ്യൂട്ടി സ്പീക്കറാക്കാം. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കൊണ്ടുപോയി ഒരു കത്ത് കൊടുത്തതിന് എന്താ അർത്ഥം? ഒരർത്ഥമില്ല. ഭൂതകാലം അറിയില്ല, ചരിത്രം അറിയില്ല. 1990 വരെ കോൺഗ്രസിൽ നിന്ന് മാത്രമേ ഡെപ്യൂട്ടി സ്പീക്കറെ എടുത്തിട്ടുള്ളൂ, പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു കാരണവശാലും അവർക്ക് അർഹതയില്ല, ചോദിക്കാൻ പോലും അർഹതയില്ല. ഞാൻ പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതിരുന്ന കാലഘട്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നിയമം പറഞ്ഞിരിക്കുന്നത് വകുപ്പ് 95(1), പിന്നെ ആർട്ടിക്കിൾ 93, ആർട്ടിക്കിൾ 178 സംസ്ഥാന സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റി. ആർട്ടിക്കിൾ 93 പറയുന്നത് ദ ഹൗസ് ഓഫ് ദി പീപ്പിൾ ഷാൽ ആസ് സൂൺ ആസ് മേ ബി ചൂസ് 2 members of the house to be respectively speaker and deputy speaker. മനസ്സിലായില്ലേ? ഷുഡ് ചൂസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആസ് സൂൺ ആസ് മേ ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആകാം ഡെപ്യൂട്ടി സ്പീക്കർ. സിനുജി, സ്പീക്കേഴ്സ് പാനൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. സ്പീക്കർ അവിടെ അധ്യക്ഷ പദവിയിൽ ഇല്ലെങ്കിൽ വേറൊരാൾ വന്നിരിക്കുന്നില്ലേ അവിടെ, അതുണ്ടല്ലോ. അപ്പോൾ അത് മതി. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പീക്കർ ഇല്ലാത്തപ്പോൾ സ്പീക്കറുടെ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്ക് സ്പീക്കറുടെ പദവിയാണ്. ആ സമയത്ത് സ്പീക്കർ എന്ന് തന്നെയാണ് വിളിക്കുക. ആ അധികാരങ്ങളൊക്കെ അവകാശങ്ങളൊക്കെ ഉണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞൊരാളുടെ ആവശ്യമില്ല എന്നുള്ളത് ഇന്ത്യൻ പാർലമെൻ്ററി ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഇതെന്തു പറ്റിയെന്ന് വെച്ചാൽ നാണം കെട്ടു അല്ലേ. സഭയിൽ എങ്ങനെ പെരുമാറണം എന്നറിയാതെ രാഹുൽ ഗാന്ധി നാണം കെട്ടു. നാണം കെട്ടപ്പോഴാണ് വേറെ മോദിക്കും BJP-ക്കും എതിരെ ഒരു ഇഷ്യൂ കൊണ്ടുവന്നു എന്ന് ഇവിടുത്തെ ഈ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളിലെ മനോരമ ന്യൂസ്, അവർക്ക് ചർച്ച ചെയ്യാൻ ഒരു സാധനം ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഡെപ്യൂട്ടി സ്പീക്കറെ വയ്ക്കാൻ സൗകര്യമില്ല, അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.